എല്ലാവർക്കും നമസ്തേ. ഇന്ന് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കടക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ എരിവിനാവശ്യമായ 10 വറ്റൽമുളക്, കൂടാതെ ഒരു 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് വേണമെങ്കിൽ തീയിൽ വെച്ചൊന്ന് ചുട്ടെടുത്താൽ മതിയാകും കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കാമല്ലോ. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ചൂടിലിരുന്ന് ഒന്ന് ചൂടായി വരണം, അത്രേ വേണ്ടൂ. തേങ്ങ മൂക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒന്ന് ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒരു തരിതരിപ്പായ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം പുളിപ്പുള്ള ഒരു പച്ചമാങ്ങയാണ് കേട്ടോ. ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതും ഒന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സ്റ്റീംഡ് റൈസിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇതുപോലെ ഉള്ളിയും മുളകും ഒക്കെ വഴറ്റി നിങ്ങൾ പച്ചമാങ്ങ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ പച്ചമാങ്ങ ചമ്മന്തി നിങ്ങളും തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.